بسم الله الرحمن الرحيم بسم الله الرحمن الرحيم باب من أعاد الحديث ثلاثا ليفهم عنه فقال ألا وقول الزور فما زال يكررها وقال ابن عمر قال النبي صلى الله عليه وسلم هل بلغت ثلاثا. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി മുതഅല്ലിമീങ്ങളുടെയും മുഅല്ലിമീങ്ങളുടെയും ആദാബുകൾ പറയുകയാണ്. തൊട്ടു മുമ്പത്തെ അധ്യായത്തിൽ മുതഅല്ലിം അദബുള്ളവനായിരിക്കണം. ഉസ്താദിൻ്റെ ഭാഗത്തിൽ നിന്ന് അവർക്ക് ദേഷ്യം പിടിപെടുന്ന വല്ലതും ലക്ഷണവും കണ്ടാൽ ആ ദേഷ്യം ശമിപ്പിക്കാൻ ആകുന്നത് എല്ലാം ചെയ്യണം. അതിൻ്റെ ഭാഗമാണ് 100% കീഴടങ്ങി ഉസ്താദിൻ്റെ മുമ്പിൽ വളരെ എളിമയോട് കൂടെ ഇരുന്ന് മാപ്പ് ചോദിക്കൽ. എന്ന ബാബു പറഞ്ഞപ്പോൾ മുഅല്ലിമിൻ്റെ മറ്റൊരു അദബ് പറയാണ്. എന്താ? ബാബുമൻ, ഒരു മഹാനെ സംബന്ധിച്ച് പറയുന്ന ബാബാണ്. അആദ, അവര് മടക്കി പറഞ്ഞു, അൽ ഹദീസ, സംസാരത്തെ, സലാസ, 3 പ്രാവശ്യം. എന്തിനു വേണ്ടി? ലിയുഫ്ഹമ അൻഹു, ആ മഹാനെ തൊട്ട് മനസ്സിലാക്കപ്പെടാൻ വേണ്ടി. അവിടെ അൻഹുല്ലാതെ ലിയുഫ്ഹിമ എന്നുണ്ട്. സദസ്യർക്ക് മനസ്സിലാക്കാൻ വേണ്ടി, സദസ്യരെ അവരെ തൊട്ട് ഫഹ്മ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി, ശരിക്കും ഉൾക്കൊള്ളുന്നവരാക്കാൻ വേണ്ടി, ഉത്ബോധരാക്കാൻ വേണ്ടി, മറക്കാതിരിക്കാൻ വേണ്ടി, അവർക്ക് ആ കാര്യം ശരിക്കും മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് ആവർത്തിച്ച് പറയുക. ഇത് മഹാന്മാരായ അധിക മഹാന്മാരും സൂക്ഷിച്ചു പോരുന്ന ഒന്നാണ്. ബഹുമാനപ്പെട്ട ശൈഖുന സംശൂരമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബുഖാരിൻ്റെ ദർസ് നടത്തുമ്പോൾ വല്ല കാര്യങ്ങളും പറയുമ്പോൾ ആ പറയുന്ന കാര്യം ആവർത്തിച്ച് പറയും. ഒരിക്കൽ പറഞ്ഞിട്ട് പിന്നീട് പറയും, നല്ലവണ്ണം എഴുതി വെച്ചോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു തരും. വീണ്ടും ആവർത്തിക്കും. ആ പറഞ്ഞ വിഷയം എഴുതുന്നവർക്ക് എഴുതാനുള്ള അവസരം കിട്ടുന്നവരേക്കും പറയും. ആവർത്തിച്ച് പറയും. സംസുലമൻ്റെ സ്വഭാവമാണ്. അതുപോലെ ഞങ്ങളുടെ വന്യരായ ഉസ്താദ് ചെർല ഉസ്താദ്, അവർ 2ഉം 3ഉം പ്രാവശ്യം ആവർത്തിച്ച് പറയും. ഞങ്ങൾ ചെർല ഉസ്താദിൻ്റെ ദർസിൽ നിന്ന് പഠനം പൂർത്തിയാക്കി തഹ്സീലിന് വേണ്ടി കോളേജുകളിലേക്ക് പോകുമ്പോൾ അവരുടെ അവസാനത്തെ ഉപദേശങ്ങളിൽപ്പെട്ടതാണ്, നിങ്ങൾ ദർസ് നടത്തുമ്പോൾ നിങ്ങളുടെ സദസ്സിൽ നല്ല ബുദ്ധിമാന്മാരുണ്ടാവും. അവർക്ക് ഒരു വട്ടം പറഞ്ഞാൽ തന്നെ മനസ്സിലാകും. ഇടത്തരക്കാരുണ്ടാകും. എന്നാൽ വളരെ സാവകാശം ഗ്രഹിക്കാൻ കഴിയുന്ന സൈസുള്ള ബുദ്ധിയുള്ളവരുണ്ടാകും. ദർസ് നടക്കുമ്പം അവരെയാണ് പരിഗണിക്കേണ്ടത്. കാരണം അവർക്ക് മനസ്സിലായാൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. വലിയ ബുദ്ധിമാന്മാർക്ക് മനസ്സിലായതുകൊണ്ട് ഇവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് അവരെ പരിഗണിച്ചുകൊണ്ട് ആവർത്തിച്ച് പറഞ്ഞ് അതിനുള്ള ഹിക്മത്തോടുള്ള സംസാരങ്ങൾ നടത്തണം, ക്ലാസ് എടുക്കണം എന്ന് ഉപദേശിക്കലുണ്ട് ബഹുമാനപ്പെട്ട ശൈഖുന ചെർല ഉസ്താദ്. അതുതന്നെയാണ് ഇവിടുത്തെ ബാബും. മനസ്സിലാക്കപ്പെടാൻ വേണ്ടി ആവർത്തിച്ച് പറയണം. ആവർത്തനം 3 പ്രാവശ്യം വരെ ആവർത്തിക്കാം. 3 പ്രാവശ്യം പറഞ്ഞിട്ട് തിരിഞ്ഞില്ലെങ്കിൽ പിന്നെ അവന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ അത്രയും പൊട്ടനാവാൻ അവനക്ക് ഇങ്ങനത്തെ വലിയ ക്ലാസ്സൊന്നും എടുക്കണ്ട്. അവനൊക്കെ മുക്രി പണിക്കോ കോയിറക്കേണ്ട പണിക്കോ അങ്ങനെയുള്ള എനിക്ക് വിടുക നല്ലത്. ഫർദ് അതിനും ഓൻ ചെയ്യേണ്ട സുന്നത്തുകളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് 1-2 കൊല്ലം ഉസ്താദന്മാരൊപ്പം കൂടിയാൽ തന്നെ മനസ്സിലാവുമല്ലോ. പിന്നെ അവർക്ക് അനുയോജ്യമായ പണിക്ക് വിടാം.
ഫഖാല ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഫഖാലാണ് ബാബല്ല, ബാബുമൻ ആദല്ലാദി സലാസൻ ലുഫമൻഹു കഴിഞ്ഞു. ഇനി ബാബിനക്ക് തെളിവായ ഹദീസുകൾ ഉദ്ധരിക്കുകയാണ്. ആദ്യം മുഅല്ലഖായ ഹദീസാണ്, അതോടുകൂടെ തന്നെ സനദ് തീരെ പറയുന്നില്ല. വരാനിരിക്കുന്ന ഹദീസിൽപ്പെട്ട ഒരു ഭാഗമാണ് വിവരിക്കുന്നത്. ഫഖാല ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇത് ഇമാം ബഹുമാനപ്പെട്ട സ്വഹാബി അബൂബക്കർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഹദീസാണ്. ഷഹാദാത്തിൽ ദിയാത്തിലെല്ലാം ഇതിൽ സനദടക്കം വിശദമായി വരുന്നുണ്ട്. അലാ ഉനബ്ബിഉക്കും ബി അക്ബറിൽ കബായിരി എன்ற ഹദീസ് വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ വഖൗലുസൂർ, അക്ബറുൽ കബായിറിൽ പെട്ടതാണ് ഖൗലുസൂർ, അസത്യമായ പൂഴ്ത്തി വെക്കുന്ന സത്യവിരുദ്ധമായ വാക്കുകൾ. അലാ വഖൗലുസൂർ. ഫമാസാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായി യുകരിറുഹാ അലാ വഖൗലുസൂർ എന്നതിനെ ആവർത്തിച്ച് പറയുന്നവരായി. അപ്പോൾ ആവർത്തിക്കണം. ഇവിടെ ആവർത്തിച്ചിരുന്നത് അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. അവിടുത്തെ ഫഹ്മ് ആശയം മാത്രമല്ല, ആശയത്തോട് കൂടെ ഖൗലുസൂർ, ഹക്കിനെതിരായി പറയുക, ബാത്തിലായ വാക്ക് പറയുക, അതൊരു നിലവാരം കൽപ്പിക്കാത്ത വിഷയമാണ്. ഒരാൾക്ക് എന്ത് നുണയും പറയാന്നുള്ള വപ്പാണ് ഓരോ കാര്യം നേടാൻ വേണ്ടിയിട്ട്. അപ്പം അത് നബി തങ്ങൾ പറയാൻ വൻദോഷമാണ്. മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന നിലക്കുള്ള ദോഷം, കളവ് പറയൽ, അത് വങ്കുറ്റത്തിൽപ്പെട്ടതാണ്. ഖൗലുസൂർ ഇവിടുത്തെ കണക്ക് ഫമാസാലുഹ എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. വഖാല ഇബ്നു ഉമറ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൽ ബല്ലഗ്തു എന്ന് പറഞ്ഞു. മൂന്ന് പ്രാവശ്യം ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മശൂറായ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൽ ബല്ലഗ്തു, അവരീയ പ്രസംഗം കഴിഞ്ഞു. വിശദമായ നിമിഷങ്ങൾ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചു. ഇതേതാണ് ദിവസം, ഇതേതാണ് മാസം, ഇതേതാണ് സ്ഥലം എന്നെല്ലാം വിശദമായി ചോദിച്ചു. അതിൻ്റെ മറുപടികളെല്ലാം കഴിഞ്ഞതിൻ്റെ റസൂലുള്ളാഹി പറഞ്ഞു, ഹൽ ബല്ലഗ്തു. അത് നിമിത്തങ്ങൾ മൂന്ന് പ്രാവശ്യം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ആവർത്തിച്ച് പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തരവാദിത്തം നബി തങ്ങൾ നിറവേറ്റിയിട്ടുണ്ട് എന്ന് ഉള്ള അംഗീകാരം അവർക്ക് നിന്ന് വാങ്ങാൻ, വാങ്ങി വിഷയത്തിൻ്റെ ഗൗരവം അവർ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി അത് പറഞ്ഞു, ആവർത്തിച്ച് പറഞ്ഞു. وبه قال الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رضي الله عنه ونفعنا بعلومه. حدثنا عبدة قال حدثنا عبد الصمد قال حدثنا عبد الله بن المثنى قال حدثنا ثمامة بن عبد الله عن أنس عن النبي صلى الله عليه وسلم أنه كان إذا سلم ثلاثا وإذا تكلم بكلمة أعادها ثلاثا. ഈ ഹദീസിലെ റാവിമാർ 5 പേരാണ്. ഒന്ന് അബ്ദത്തു ബിനു അബ്ദില്ലാഹ് ബിഫത്ഹിൽ ഐനിൽ മുഹ്മല വസുകൂനിൽ ബാഇൽ മുവഹദ അബ്ദാ ബിനു അബ്ദില്ലാഹി ബിനു അബ്ദത്തനി സഫാർ അൽ ഖുസാഇയു അൽ ബസരിയു അബൂ സഹിൽ. അവർ അസിൽ കൂഫക്കാരനാണ്. അവരെ തൊട്ട് വലിയ വലിയ മഹാന്മാരെല്ലാം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരെ തൊട്ട് അബ്ദത്ത് ബിനു അബ്ദില്ല എന്ന മഹാനെ തൊട്ട് ഇമാം മുസ്ലിം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റിപ്പോർട്ട് ചെയ്താത്തത് അവർ ഉസ്താദായി അവർക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ്. എന്നല്ലാതെ മോശക്കാരനായതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാവുന്നതല്ല.
മുസ്ലിം റളിയല്ലാഹു അൻഹു അബ്ദത്ത് എന്നവരെ വക്കൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ട് പഠിച്ചിട്ടില്ല. പിന്നെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു അഭിപ്രായ വ്യത്യാസമല്ലല്ലോ. പക്ഷേ അബൂ ഹാത്തിം റാസിയെ പറ്റി പറഞ്ഞത് സദൂഖുൻ, വളരെ അധികം സത്യം മാത്രം പറയുന്നവരാണ്. നസായി പറയത്തുൻ, വിശ്വസ്തരാണ്. തോഫിയ സനത്ത് 258 അവിടെ വഫാത്തുള്ളത്. അബ്ദത്ത് എന്ന പേരിൽ ശിഹാബ് സിത്തയിൽ വേറെ 3 ആളും കൂടി ഉണ്ട്. അബ്ദത്ത് ബിൻ സുലൈമാനുൽ മർവസി, അബൂദാവൂദിലാണ് കാണാം അബ്ദത്ത് ബിൻ സുലൈമാനുൽ മർവസി. പിന്നെ അബ്ദത്ത് ബിൻ അബ്ദുറഹ്മാനിൽ മർവസി, നസായി റിവായത്തിൽ ആ അബ്ദത്താണ് അബ്ദത്ത് ബിൻ അബ്ദുറഹ്മാൻ. പിന്നെ അബ്ദത്ത് ബിനു അബീ ലുബാബ. ഇങ്ങനെ ധാരാളം 3 അബ്ദത്ത് വേറെയുമുണ്ട്. ആകെ 4 അബ്ദത്തായ ഹദീസിൻ്റെ കിതാബുകളിൽ. രണ്ടാമത്തെ റാവി അബ്ദുസ്സമദ് ബിൻ അബ്ദുൽ വാരിസ് ബിൻ സഈദ് ബിൻ ദക്വാൻ അത്തമീമിയു അൽ അംബരിയു അൽ ബസരിയു അബൂ സഹിൽ അൽ ഹാഫിദു അൽ ഹുജ്ജ. അവർ വഫാത്താകുന്നത് 207 അവരെ തൊട്ട് ധാരാളം ഇമാമിങ്ങൾ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 3 അബ്ദുസ്സമദ് ഉണ്ട് റാവികളായിട്ട്. ഒന്ന് നമ്മൾ ഈ പറഞ്ഞ അബ്ദുസ്സമദ് ബിൻ അബ്ദുൽ വാരിസ്, മറ്റൊന്ന് അബ്ദുസ്സമദ്, ഈ പറഞ്ഞ അബ്ദുസ്സമദ് തന്നെ. വേറെ അബ്ദുസ്സമദ് ബിൻ ഹബീബ്, വേറൊന്ന് അബ്ദുസ്സമദ് ബിൻ സുലൈമാൻ. വെറും അബ്ദുസ്സമദ് എന്ന് കാണുമ്പോൾ പഴിച്ചു പോകണ്ട. പല രീതിയിലും പലപ്പോഴും പല പേരൊന്നാണെങ്കിലും ആളുകൾ മാറി മാറി വരലുണ്ട് എന്ന് വരുത്താനാണ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്. മൂന്നാമത്തെ റാവി അബ്ദുല്ലാഹിബിൻ മുസന്നബിൻ അബ്ദുല്ലാഹിബിൻ അനസ് ബിൻ മാലിക് അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട റാവിയായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കുട്ടിൻ്റെ കുട്ടിയാണ് ഈ പറഞ്ഞ അബ്ദുല്ലാഹിബിൻ മുസന്ന എന്ന മഹാൻ. മുഹമ്മദിനിൽ ഖാദി ബിൻ അബ്ദില്ലാഹിബിൻ മുസന്ന എന്ന് പറയുന്ന ബസ്രയിൽ അറിയപ്പെട്ട മുഹമ്മദ് ഖാദിയരുണ്ട്. അവരുടെ പിതാവാണ് അബ്ദുല്ലാഹിബിൻ മുസന്ന എന്നവർ. അവർക്കും ധാരാളം ഉസ്താദന്മാരും ധാരാളം ആളുകൾ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരി അവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തതോടുകൂടെ തന്നെ ബുഖാരി, തുർമുദി, ഇബ്നു മാജ എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഹദീസിന് പറ്റോ ഇല്ലേ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. നാലാമത്തെ റാവി സുമാമത്താണ്. സുമാമത്ത് ബിൻ അബ്ദില്ലാ ബിളമ്മിസായിൽ മുസല്ലസ വ തഖ്ഫീഫിൽ മീമൈൻ. സുമാമ ഇബ്നു അബ്ദില്ലാഹിബിന് അനസ് ബിൻ മാലിക് അൽ അൻസ്വാരി അൽ ബസരി. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ്റെ മകനാണ്. അപ്പോൾ എളാപ്പാനെ തൊട്ടാണ് ഇവിടെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് അബ്ദുല്ലാഹിബിൻ മുസന്ന എന്നവരുടെ പിതാവായ മുസന്നയുടെ സഹോദരനാണ് സുമാമത്ത് ബിൻ അബ്ദില്ല. അവരെ തൊട്ടാണ് ഇവിടെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ അതാണ് സുമാമ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അൻ അനസിൻ റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു കാന ഇദാ തകല്ലമ ബികലിമത്തിൻ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ല വചനവും കൊണ്ട് ഉരുവിട്ടാൽ അആദഹാ സലാസ, ആ വചനത്തിന് നബി തങ്ങൾ 3 പ്രാവശ്യം ആവർത്തിച്ച് പറയും. എന്തിനാണ് ആവർത്തിക്കുന്നത്? ഹത്താ തുഫ്അമ അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഗ്രഹിക്കപ്പെടാൻ വേണ്ടി. അപ്പം ശരിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ സദസ്സിൽ വലിയ ബുദ്ധിമാന്മാരല്ലാത്തവർ അല്ലെങ്കിൽ പുതിയ ആളുകൾ അന്തം മുട്ടിരിക്കുന്നവർ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തിരിഞ്ഞോട്ടെ എന്ന് മനസ്സിലാക്കി തിരിയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 പ്രാവശ്യം ആ പ്രധാനപ്പെട്ട വാചകങ്ങളെ ആവർത്തിച്ച് പറയുമായിരുന്നു. അതിനർത്ഥം കാന ഇദാ തകല്ലമ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പറഞ്ഞിട്ട് അത് മറ്റേ ആദത്തിനെ തേടും, എന്നും അങ്ങനെയാന്ന് കിട്ടും. അങ്ങനെയൊന്നും ഇല്ല എന്നാണ് ഇമാമിങ്ങൾ പറയുന്നത്. അത് കാന ഉപയോഗിച്ചാൽ അത് തക്രാറിനെ തേടോ ഇല്ലേ എന്നുള്ള തേടോ ഇല്ല ഖിലാഫ് ജമുൽ ജവാമിൽ നോക്കാൻ കാണാം. റാജിഖ് അത് ആവർത്തനത്തെ അറിയിക്കൂല എന്ന്.
അതോടുകൂടി തന്നെ ഈ വിഷയം ഇവിടെ ഇല്ലത്ത് പറഞ്ഞു അത്താ തുഫമാന അനുഭവ നബി തങ്ങളെ തൊട്ട് ശരിക്ക് ഗ്രഹിക്കപ്പെടാൻ വേണ്ടി. അപ്പോൾ ശരിക്ക് ഒരു വട്ടം പറഞ്ഞാൽ തന്നെ തിരിയുന്ന ആളുകളാണെങ്കിൽ അവരോട് പിന്നെ ആവർത്തിച്ച് പറയുമ്പോൾ എല്ലാം ആവർത്തിച്ചു എന്നതിനർത്ഥമല്ല. ആവർത്തിക്കപ്പെടേണ്ട വാചകങ്ങൾ എന്തെങ്കിലും സംശയങ്ങളോ നബി തങ്ങൾ വലിയ ഫസീഹാണ് അവർ കേട്ടതല്ലാത്ത പ്രയോഗങ്ങളോ പ്രയോഗിക്കുമ്പോൾ അത് ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കും. വൈദാ അത്താ അലാ ഖൗമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖൗമിൻ്റെ അടുക്കലേക്ക് അങ്ങോട്ട് ചെന്നാൽ ഫസല്ലമ അലൈഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ മേൽ സലാം ചെല്ലുകയും ചെയ്താൽ സല്ലമ അലൈഹിം സലാസ അവിടെ മേൽ 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം ചെല്ലും. ഇത് നമ്മളെ ബാബുമായിട്ടുള്ള ബന്ധമുള്ള ഭാഗം ആദ്യ ഭാഗമാണ്. ഇതാ തകല്ലമ ബി കലിമത്തിൻ ആദഹാ സലാസ അത്താ തുഫമൻഹു, അതാണ് ബാബ്. ഇതിന് സലാമിനെ പറ്റി വേറെ വിഷയം പറയാം. ഇതൊരു ഖൗമിൻ്റെ അടുക്കലേക്ക് ചെന്നാൽ എന്ന് പറഞ്ഞാൽ 2 നിലക്കാണ് പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുള്ളത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും വീട്ടുകാരിലേക്ക് ചെന്നു. ആ വീട്ടുകാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വന്നത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവർ അറിയാൻ വേണ്ടി പുറത്ത് നിന്ന് അസ്സലാമു അലൈക്കും എന്ന് നബി തങ്ങൾ ഇപ്പോൾ സലാം ചെല്ലും, ഒരിക്കൽ ചെല്ലും. അതിനർത്ഥം ഞാനിവിടെ വേക്കിൽ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ കിടക്കുന്നത് ഇഷ്ടമാണോ, വാതിൽ തുറക്കൂ എന്ന അർത്ഥത്തിലാണ് ആ സലാം. പിന്നെയും അസ്സലാമു അലൈക്കും പറയും, പിന്നെയും സലാം പറയും. ഇത് ഒന്നിനെ തുറന്നിട്ടില്ലെങ്കിൽ, സമ്മതം കൊടുത്തിട്ടില്ലെങ്കിൽ 2ാമത് ചെല്ലും, 2ാമതും സമ്മതം കൊടുത്തിട്ടില്ലെങ്കിൽ 3ാമത് ചെല്ലും, 3ാമത് ചെല്ലിയാൽ പിന്നെ അവിടെ നിൽക്കേണ്ടതില്ല, തിരിച്ചു പോരണം എന്നാണ് നിങ്ങൾ തിരിച്ചു പോരും. തുറന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു സലാമോട് കൂടെ തന്നെ ഇതിനായി അവിടെ അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ അർത്ഥതാ, ഒരു വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുമതി തേടിയും കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ അവരോട് ഞാൻ സമ്മതം ചോദ്യത്തിന് വേണ്ടി സലാം ചൊല്ലും. ആ ചൊല്ലൽ 3 പ്രാവശ്യമാണ്. അത് അസ്സലാമു അലൈക്കും അദ്ഖുൽ, അസ്സലാമു അലൈക്കും അദ്ഖുൽ എന്ന് പറയണം. ഞാൻ കിടക്കട്ടെയോ, നിങ്ങൾക്ക് സമ്മതമാണോ? ആ ഇസ്തിദാനിൻ്റെ സലാമാണ് 3 പ്രാവശ്യം ചൊല്ലൽ. അത് ഒന്നിന് അവർ സമ്മതം കൊടുത്തിട്ടില്ലെങ്കിൽ 2, 2നും അവർ അറിഞ്ഞിട്ടില്ലെങ്കിൽ 3, 3നും അറിഞ്ഞ് തിരിച്ചു പോരും. ഈ വലിയ രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ബാബുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല. അപ്പോൾ ഈ സലാം ചൊല്ലിയാൽ 3 വട്ടം ചെല്ലും എന്ന് പറഞ്ഞാൽ അതാണ്. എന്നല്ല ഒരാളോട് 3 വട്ടം സലാം ചെല്ലണം എന്നതിനർത്ഥമല്ല. അതിന് ആദത്തുമില്ല സുന്നത്തുള്ള കാര്യമില്ലല്ലോ. കേട്ടിയില്ലെങ്കിൽ കേൾക്കോളും ചെല്ലണം എന്നുള്ളതാണ്. ഇത് ഇസ്തിദാന്റെ സലാമാണ് ഈ പറയുന്നത്. പിന്നെ വേറെ ചില ഇമാമിങ്ങൾ ഐനി പോലുള്ളവർ ഹദീസ് സ്വീകരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സദസ്സിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവരോട് ആദ്യം ചെല്ലുമ്പോൾ തന്നെ സദസ്സിലേക്കാണ് എത്തുമ്പോൾ തന്നെ അവരോട് സലാം പറയും. പിന്നീട് അവർക്ക് വിഷയം ക്ലാസ് എടുക്കുമ്പോൾ പറയാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ആദ്യമായി ചെയ്തിട്ട് സദസ്സുക തുടങ്ങി ആ വിഷയം അവതരണ നിമിത്തങ്ങൾ തുടങ്ങുമ്പോൾ നിമിത്തങ്ങൾ അവർക്ക് ഹദീസ് പറഞ്ഞെടുക്കുമ്പോൾ തഅലീം ചെയ്യുമ്പോൾ നിമിത്തങ്ങൾ സലാം ചെല്ലും. പിന്നെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ സലാം പറഞ്ഞ് പോരും ചെയ്യും. അങ്ങനെ 3 ഘട്ടത്തിലുള്ള 3 സലാമാണ് എന്ന് വിശദീകരിച്ചവരുമുണ്ട്. വബിഹി ഖാല ഹദ്ദസനാ അബ്ദത്തു قال حدثنا عبد الصمد قال حدثنا عبد الله بن المثنى قال حدثنا ثمامة بن عبد الله عن أنس عن النبي صلى الله عليه وسلم أنه كان إذا سلم 3 وإذا تكلم بكلمة أعادها 3. നേരത്തെ പറഞ്ഞ അതേ ഹദീസ് തന്നെയാണ്, പക്ഷെ നമ്മൾ വായിച്ചു കൊടുത്ത് മാറിയിട്ടുണ്ട്. 95ാമത്തെ ഹദീസാണ് ഇപ്പം നമ്മൾ വായിച്ച അർത്ഥം വെച്ചത്. ഇപ്പം ഞാൻ വായിച്ചത് 94ാമത്തെ ഹദീസുമാണ്. 94ാമത്തെ ഹദീസ ഇപ്പം പറഞ്ഞ ഹദീസിനെ വിശദീകരിക്കാൻ വേണ്ടിയാണ് മറ്റേ ഹദീസിനെ ഇപ്പോൾ വായിച്ച ഹദീസിനെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വബിഹി ഖാല ഹദ്ദസനാ മുസദ്ദദുൻ ഖാല ഹദ്ദസനാ അബൂ അവാന അൻ അബീ ബിശ്രിൻ عن يوسف بن ماهكة عن عبد الله بن عمرو رضي الله عنهما وعنهم أنه قال تخلف رسول الله صلى الله عليه وسلم في سفر سافرناه فأدركنا
വഖദ് അർഹഖന സ്വലാത്തൽ അസ്ർ വനഹ്നു നതവല്ലൗ ഫജഅൽനാ നംസഹു അലാ അർജുലിനാ فنادى بأعلى صوته ويل للعقاب من النار مرتين أو ثلاثا. ഈ ഹദീസ് മുമ്പ് വിശദീകരിച്ച ഹദീസാണ്. പക്ഷേ ഈ ഹദീസിലും മുമ്പ് പറഞ്ഞ ഹദീസിലും ഇമാം ബുഖാരിയുടെ ഉസ്താദ് വ്യത്യാസമുണ്ട്. ബാബു മൻ റഫഅ സൗതഹു ബിൽ ഇൽമി എന്ന ബാബിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ഹദീസ് ഇമാം ബുഖാരിയുടെ ഉസ്താദായിട്ടുണ്ടായിരുന്ന അബു നുഅ്മാൻ അൻ അബി അവാനെ. ഇവിടെ ഉള്ളത് ഇമാം ബുഖാരി ഹദ്ദസനാ മുസദ്ദദുൻ ഖാല ഹദ്ദസനാ അബു അവാനാന. അപ്പോൾ ഇവിടെ മുസദ്ദദാണ് ഉസ്താദ്, മുമ്പ് പറഞ്ഞുകൊടുത്ത് അബു നുഅ്മാൻ എന്നവരാണ്. പിന്നെ അതുപോലെ മത്തിലും വ്യത്യാസമുണ്ട്, രണ്ട് സ്ഥലത്ത് വ്യത്യാസമുണ്ട്. ഫി സഫരിൻ സാഫർനാഹൂന, അവിടെ പറഞ്ഞ് ഫി സഫ്രത്തിൻ സാഫർനാഹാന. അപ്പം മത്തിൽ അവിടെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. വേറെ വ്യത്യാസം സ്വലാത്തുൽ അസ്ർ എന്നുണ്ട്, മറ്റുള്ളതിൽ സ്വലാത്തുൽ അസ്ർ എന്നുള്ള വാക്കില്ല. അർഹഖന സ്വലാബി വജ്ഹൈനി أحدهما بسكون الكاف ونسب الصلاة على المفعولية والآخر بتحريك الكاف ورفع الصلاة وقد أرهقنا الصلاة. അർഹഖന എന്നുണ്ട്, അർഹഖന എന്ന് റിവായത്തുണ്ട്. ഈ ഹദീസിൻ്റെ അർത്ഥങ്ങളെല്ലാം വിശദമായി മുമ്പ് കഴിഞ്ഞു പോയതാകുന്നു.